അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചക്ക അവിച്ചതും അതുപോലെ തന്നെ കാന്താരിമുളകും ഞെവിടിയതുമാണ് കേട്ടോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി എന്ന് വേണമെങ്കിൽ പറയാം. മടി കാരണം അങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ വയ്യാത്ത വീഡിയോ ആയിരുന്നു ഇത്. ഇതൊരു കഴിഞ്ഞ മാസം ഒരു പണിമുടക്ക് ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു. അതെനിക്ക് അന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഞാൻ ഇട്ടങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ച വീഡിയോ ആണ്. ഈ ചക്കയാണെങ്കിൽ കുഞ്ഞയുടെ വീട്ടിൽ ഒരു 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചക്ക വിൽക്കാം, കാന്താരിമുളകൊക്കെ ഞവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇനിയും ആ ചക്ക ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് മനസ്സിലായത് കൊണ്ട് എന്തായാലും നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന ചക്ക അങ്ങ് വെട്ടിപ്പറിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി ചക്ക ചുളകളും ഉണ്ടെങ്കിൽ എനിക്ക് അമ്മ വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വറുത്ത് പക്ഷേ അത് ഈ ചക്കച്ചുളയെല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇപ്പം തന്നെ കുറേ പേരുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അതിനും കൂടി വറുക്കാനും കൂടി തികയത്തില്ല. അപ്പോൾ വേറെ ചക്ക എടുത്ത് എനിക്ക് വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിനിടയിൽ വെച്ച് പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല മീനും കൂടി കിട്ടിയിരുന്നെങ്കിൽ ചക്കയും മീൻകറിയും കൂടിയൊക്കെ കഴിക്കാമെന്ന്. പക്ഷേ എനിക്കങ്ങോട്ട് ചക്കയും മീൻകറീനെക്കാട്ടി എനിക്ക് ചക്ക അവിച്ചിട്ട് നല്ല മുളകൊക്കെ ഇട്ട് ഞാൻ ഇവിടെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ താമസിച്ചില്ലേ. അങ്ങനെ അത് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ. പിള്ളേരെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കും എന്നതാണ് വേറൊരു കാര്യം. അങ്ങനത്തെ അമ്മ ചക്കയൊക്കെ തലയിൽ ചുമന്നുകൊണ്ടാണ് എല്ലാം കൂടി വെട്ടിപ്പറിച്ചെടുത്തിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ട് വിൽക്കാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പം നല്ല കട്ടനൊക്കെ ഇട്ട് നല്ല എരിയുള്ള മുളകൊക്കെ ഇട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് എല്ലാവരും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാ ചക്ക വിൽക്കാനായിട്ട് പോവുകയാണ്. വന്ന് എല്ലാ കാര്യത്തിനും എനിക്ക് അങ്ങോട്ട് മടിയാണ് കേട്ടോ. എന്തോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാലും എൻ്റെ മടി എന്നെ അങ്ങോട്ട് നേരെ ചെറിയ ഒരു കാര്യം ചെയ്യാനായിട്ട് താമസിക്കത്തേയില്ല. അതുപോലെ തന്നെ കേട്ടോ ഇത്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകുമല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. ഒന്നാമത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള ത്വര കാരണം വീഡിയോ എടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നു, കഴിക്കുന്ന വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Yeah.